യന്ത്രസഹായത്താൽ നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വാഴത്തോപ്പിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയ കേസിൽ രണ്ടാം പ്രതിയെയും തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് വിരുദനഗർ മല്ലിയുള്ളൂർപ്പെട്ടി അയ്യനാറിനെയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി മുരുകൻ ഇപ്പോഴും ഒളിവിലാണ്. അയ്യനാരാണ് തട്ടിപ്പിനുള്ള നോട്ടുകെട്ടുകളും മറ്റു സംവിധാനങ്ങളും ക്രമീകരിക്കുന്നത്. പ്രതികൾ ഇത്തരത്തിൽ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. അയ്യനാരുടെ പേരിൽ നിലവിൽ 18 തട്ടിപ്പ് കേസുകൾ വേറെയുമുണ്ട്. ഇവരുടെ കേസുകൾ വാദിക്കുന്നതിന് സ്ഥിരം വക്കീലും ഇടപാടുകാരുമുണ്ട്. അയ്യനാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ വക്കീലും ഇയാളുടെ മക്കളും മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്ന് ഇടുക്കിയിലെത്തി. കേസിലെ മൂന്നാം പ്രതി സിറാജുദ്ദീൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതി മുരുകൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഈ തട്ടിപ്പ് കേസ് നടന്നിട്ട് നമ്മൾ ആദ്യ അന്വേഷണം നടത്തിയതിൽ നിന്ന് മൂന്നാം പ്രതിയെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇങ്ങനെ മൂന്നാമത്തെ പ്രതിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഈ രണ്ടാം പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഒന്നാം പ്രതിയുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പ്രതിയെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയും ശരിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മൂന്നാം പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലും പല സ്ഥലങ്ങളിലുള്ള വീഡിയോയും മറ്റുമൊക്കെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയുടെ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് നമ്മളൊരു 4 അംഗ സംഘത്തെ തമിഴ്നാട്ടിൽ അന്വേഷണത്തിൽ അയച്ചിരുന്നു. എസ് ഐ ജോർജ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ടീം പോയി ഒരു 2 ദിവസത്തോളം തമിഴ്നാട്ടിൽ തങ്ങി വളരെ നല്ല രീതിയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റിയത്. ഇനി ഒരാളെയും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അയാളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർക്ക് നിയമസഹായം ലഭിക്കുന്നതിന് സ്ഥിരം വക്കീൽമാരെ നിയമിച്ചിട്ടുണ്ട്. അയ്യനാരും മുരുകനും ചേർന്നാണ് പണം തട്ടിയത്. സിറാജുദ്ദീൻ ഇവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ച കാർ തിരുവനന്തപുരം സ്വദേശിയുടേതാണ്. റെന്റേ കാർ വ്യവസ്ഥയിൽ എടുത്തതാണ് കാർ എറണാകുളത്ത് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. അയ്യനാരുടെ ഫോൺ നമ്പരും ഫോട്ടോയും ലഭ്യമല്ലായിരുന്നു. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിലെ CCTV ക്യാമറയിൽ നിന്നാണ് അയ്യനാരുടെ ചിത്രം ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 ദിവസം പോലീസ് തമിഴ്നാട്ടിൽ താമസിച്ചാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം ഇവർ പാലക്കാടും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നു.